യജമാനൻ വാതിൽ മുട്ടുന്നു. വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ ഉള്ളിലേക്ക് അവൻ പ്രവേശിക്കുന്നു. മുട്ടുന്നവൻ്റെ മുന്നിൽ തുറന്നു കൊടുക്കാനുള്ള മനസ്സുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. തുറവിയുള്ളവർക്ക് മാത്രമേ തുറന്നു കൊടുക്കാൻ സാധിക്കൂ. പരിശുദ്ധമ്മ ദൈവകൃപയ്ക്ക് മുമ്പിൽ തുറന്നു കൊടുത്തു. അതാണ് അമ്മ നമ്മളോട് പറയുന്നത്. ദൈവകൃപയ്ക്ക് മുമ്പിൽ എനിക്ക് തുറന്നു കൊടുക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ മുമ്പിൽ കർത്താവ് മുട്ടുമ്പോൾ ആ കൃപ എന്നിലേക്ക് ഒഴുകാൻ വേണ്ടി ഞാനൊരു നീർച്ചാലായിട്ട് മാറുന്നുണ്ടോ, അല്ലെങ്കിൽ തടസ്സമായിട്ട് മാറുന്നുണ്ടോ? ഇന്ന് ദിവസം തിരുനാൾ ആഘോഷിക്കുമ്പോൾ കൃപയുടെ ഒരു നീർച്ചാലായിട്ട് പരിശുദ്ധമ്മ മാറിയതുപോലെ തന്നെ നമ്മുടെ ജീവിതവും കൃപയുടെ ആ വാതിലുകൾ തുറന്നു ഇടുന്ന ഒരു ദിവസമായിട്ട് മാറട്ടെ. പലപ്പോഴും നമ്മളത് അടയ്ക്കുകയാണ് ചെയ്തത്. നമ്മുടെ പാപത്തിൻ്റെ അവസ്ഥയാകാം, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ സുഖങ്ങളിൽപ്പെട്ടാകാം, അല്ലെങ്കിൽ ഈ ലോകത്തിൽ തരുന്ന കുറേയേറെ മോഹങ്ങളാകാം. അതാണ് നമ്മൾ അടയ്ക്കാൻ കാരണം. എന്നാൽ അമ്മ പറയുക, അതൊന്നും നിലനിൽക്കുന്നതല്ല. നിന്റെ കൃപയിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷത്തിലേക്കാണ് നമ്മൾ കടന്നു വരേണ്ടത്. ആ ജീവിതത്തിലേക്ക് ആ വാതിലുകൾ തുറന്നിടേണ്ടത്. നമ്മൾ വാതിലുകൾ പലവർക്കും വേണ്ടി തുറന്നിടാറുണ്ട്. കുറേയേറെ ബന്ധുക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ കുറേയേറെ നമ്മുടെ സ്നേഹിതർക്ക് വേണ്ടി. അതൊക്കെ നമ്മൾ തുറന്നിരുന്നതാണ്. ആ തുറക്കൽ കൊണ്ടൊന്നും കാര്യമില്ല. യഥാർത്ഥമായ വാതിൽ തുറക്കേണ്ടത് ദൈവത്തിൻ്റെ മുമ്പിലേക്കാണ്, ദൈവത്തിൻ്റെ കൃപയിലേക്കാണ്. അതിനെനിക്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ദൈവകൃപയ്ക്ക് മുമ്പിൽ വാതിലടയ്ക്കുന്നവരായിട്ട് ഞാൻ മാറരുത്. ഈ തിരുനാൾ ദിവസം അതാണ് അമ്മ നമുക്ക് തരുന്ന ഏറ്റവും വലിയ പാഠം. പഠിക്കുക.